നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നുവരെ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒയ്യാരത്ത് കുടുംബത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഇനി മുതൽ ആ കമ്പനിയും അതിന്റെ ആസ്തികളും എന്റെ മകന്റേതായി മാറണം. ഒയ്യാരത്ത് കുടുംബത്തിന്റെ അടയാളം ഇനി കമ്പനിക്ക് വേണ്ട. നിതീഷ് അതിന്റെ തലപ്പത്ത് വരുന്നതോടെ ഈ കുടുംബത്തിന്റെ മുഖഛായ തന്നെ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് തൂത്തെറിയപ്പെടണം. പിന്നെ സനു നവ്യയും മക്കളെന്ന നിലയിൽ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. അതേ കൂടുതലൊന്നും അവർ പ്രതീക്ഷിക്കണ്ട. അവരത് അർഹിക്കുന്നുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. ഹലോ ഗിരി. ഞാനെത്തി. നന്നായി. എവിടെ, നീ വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ജസ്റ്റ് ലാൻഡ് ചെയ്തേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് മാറി നിന്ന് 2 ദിവസം കൊണ്ട് എങ്ങനെയാടാ അത്രയൊക്കെ സംഭവിച്ചത്? നീ ഇങ്ങനെ വിഷമിക്കാതെ ഗിരി. എന്തായാലും നീ എത്തിയല്ലോ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. വേണം, പരിഹാരം കണ്ടേ പറ്റൂ. എന്റെ കുടുംബത്തിൽ വന്ന് കേറിപ്പോയതിന്റെ ശിക്ഷയാ സുമി അനുഭവിക്കേണ്ടി വരുന്നത്. ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല ആകാശേ. നീ നേരെ എങ്ങോട്ടാ? ഇങ്ങോട്ടേക്കാണോ അതോ വീട്ടിലേക്കോ? 2 അല്ല, ഞാൻ നേരെ വനിതാ ജയിലിലേക്കാ. എനിക്ക് അവളെ കാണണോടാ. ശരി, നീ അവിടെ എത്തുമ്പോഴേക്ക് ഞാനും വരാം. സാറിന് വിസിറ്റേഴ്സ് റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. സോറി സാർ, ഒരാളെ മാത്രമേ അനുവദിക്കുള്ളൂ. എന്നാ ഗിരി പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സാറവിടെ വെയിറ്റ് ചെയ്താ മതി, ആളിപ്പോ വരും. അതെ, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡാ. ഗിരി വന്നോ? എന്താ, എന്തു പറ്റി? അയ്യോ അയ്യോ, എന്തു പറ്റി? ആരെങ്കിലും ഓടി വരണേ, ആശുപത്രി കൊണ്ടുപോകണം. സാർ, സാറിന്റെ വൈഫിനൊരു തലകറക്കം പോലെ വന്നു. എപ്പോ? സാറ് വന്നതറിഞ്ഞ് സെല്ലിന്ന് പുറത്തിറങ്ങുമ്പോഴാ തലകറങ്ങി വീണത്. വാട്ട്? തലകറങ്ങി വീണുന്നോ? എന്നിട്ട് സുമി എവിടെ? അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി സാർ. അവരെ ജയിൽ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഏത് ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയിരിക്കുന്നേ? ജനറൽ ഹോസ്പിറ്റൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പക്ഷെ എന്തൊക്കെ വിട്ടാലും നമ്മൾ തമ്മിൽ മറ്റൊരു വിഷയത്തിൽ വിശദമായ കൂടിക്കാഴ്ച വേണ്ടിവരും ചന്ദ്രബോസെ. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കെട്ടിയിറക്കപ്പെടുന്ന കേന്ദ്ര സർവീസിലെ ഏമാമാരെ കുറിച്ച്. എടോ, താനടക്കമുള്ള പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചുമായി ബന്ധപ്പെട്ട കേസിൽ വക്കാലത്ത് പറയാനാ അവരിപ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതാണോ ഈ കേരള പോലീസ് സർവീസും കേന്ദ്ര സർവീസിൽ നിന്ന് നമ്മുടെ തലയ്ക്ക് മേലെ കെട്ടിയിറക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. രോഹിത്തെ, ഭാര്യയ്ക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു വിട്. ജയിലിലൊക്കെ ചെന്ന് കാണാൻ വലിയ പാടാ. മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. കമ്പിവലക്കകത്തൊക്കെ കാണാൻ പറ്റൂ. ആക്രമണോത്സുകയായ വന്യമൃഗമല്ലേ?
ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച ആവട്ടെ എന്നാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഒരിക്കൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മുഖമാണ് ഈ മുഖം. ഇപ്പൊ ഞാൻ ഏറ്റവും വെറുക്കുന്നതും നിന്നെ തന്നെയാ. ആ ജയിലിൽ തന്നെ ആവട്ടെ നിന്റെ അവസാനവും. ഈ ജയിലെന്നൊക്കെ പറയുന്നത് കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലേ? മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് കാണണ്ടേ? അപ്പൊ എനിക്ക് പറയാനുള്ളതും കൂടി പറയാലോ അല്ലേ? നീ പറഞ്ഞോ സുസ്മിതേ, ഒരുപക്ഷെ ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ? അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. സുസ്മിതയ്ക്ക് ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിതൊരു പാഠമാ. ചെയ്തതൊക്കെ തിരുത്തി നിങ്ങളൊക്കെ ഉപദേശിക്കും പോലെ ആശ്രമ ജീവിതത്തിലേക്ക് പോവാനല്ല. ചെയ്തതൊക്കെ ഒരു പുനർവിചാരണ ചെയ്യണം. എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതൊക്കെ തിരുത്തി കൂടുതൽ കൃത്യമായി മർമ്മത്ത് തന്നെ അടിക്കണം. സുസ്മിത റീലോഡഡ് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ സുസ്മിത തിരിച്ചു വരും. എന്നെ ജയിലിലാക്കാൻ വേണ്ടി കുറച്ച് വിയർപ്പൊഴുക്കിയതല്ലേ? നിന്റെ മുഖത്തെ ഈ പരിഹാസവും വിജയവും ചേർന്നുള്ള ഈ ചിരി പെട്ടെന്ന് മായും. നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. ഒന്ന് പോടി. ഇപ്പോഴും ഞാൻ ഖേദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അന്നൊരിടി കൂടുതൽ ഇടിച്ചാൽ മതിയായിരുന്നു. ആ സാരല്ല, ഇനി നീ ജീവിക്കുന്നതും ചത്തതിന് തുല്യമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി, ജയിച്ചു അല്ലേ? പിന്നല്ലാതെ. ആ സുസ്മിതേ, പിന്നെ ഞാൻ അന്ന് തന്ന ₹1 നാണയമില്ലേ നിന്റെ വഴിച്ചെലവിന്? അതെ, അതങ്ങ് കളഞ്ഞേക്ക്. കാരണം എന്തായാലും ഇനി നിനക്കതിന്റെ ആവശ്യം വരില്ലല്ലോ. അല്ല, വേറെങ്ങോട്ടും പോകാനില്ലല്ലോ. പോഞ്ചിട്ടപ്പാ. നീ കേറ്. ചിറ്റപ്പ, എന്താ മോളെ? വേറെന്ത് ഞാൻ സഹിക്കും. പക്ഷെ ശാലിനി, അവളാ എന്റെ ജീവിതം മുഴുവൻ തകർത്തത്. അവളുടെ മുഖത്തെ വിജയോന്മാദത്തിലുള്ള ആ ചിരിയുണ്ടല്ലോ, അത് മാത്രം എനിക്ക് താങ്ങാനാവില്ല. ചിറ്റപ്പൻ എന്താ വേണ്ടേ? മോള് പറ. അവളുടെ മുഖത്തെ ചിരി എന്നേക്കുമായി അണയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളു ചിറ്റപ്പ. ശാരദാമ്മ. ആ, അത് ചിറ്റപ്പൻ ഏറ്റു മോളെ. മോള് വണ്ടി കയറ്. ഇവിടെ അകത്തോട്ട് കയറ്റ്. ഒടുവിൽ
സത്യം ജയിച്ചു ഭാമേ. ഈ ലോകം അത്രയൊന്നും ഈലടഞ്ഞല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നതേ. ഭാമേ, നീ എങ്ങോട്ടാ? ഓ, ഡ്രോയിലെ പിസ്റ്റൾ എടുക്കാനാവും. അവസാന വിധി തീർപ്പ് നിന്റേതായിരിക്കുമെന്നാണല്ലോ നീ വീമ്പിളക്കിയിരുന്നത്. അതൊന്നും നടക്കില്ല ഭാമേ. ലോകം സത്യഭാമയ്ക്ക് ചുറ്റും അല്ല കറങ്ങുന്നതെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഈ വീടിന്റെ വരാൻ ഒരു കസേരയിട്ടിരുന്നാ നിനക്ക് മുമ്പിൽ കൈവണങ്ങി കുഞ്ഞിനക്ക് നല്ല ലോകം. അതിനുമപ്പുറം ഒരു ലോകവും നീതിന്യായവും ഉണ്ട്. ഇവിടെ ഏത് ശിക്ഷാനിയമത്തിന്റെ പേരിലാണ് നീ നീതി നിർവഹണം നടത്തുന്നതെന്ന് അമീർ അബ്ദുള്ള ചോദിച്ചപ്പോ എന്താ ഭാമേ നീ മറുപടി പറയാറുള്ളത്? പറയാൻ നിനക്കൊരു മറുപടി ഇല്ലായിരുന്നു. നിന്റെ മനസാക്ഷി നിനക്ക് അപ്പോൾ തോന്നുന്ന ശരിതെറ്റുകൾ അമീർ പറഞ്ഞ ശരിയല്ലേ ഭാമേ? ആ മനസാക്ഷി നിന്നെ ചതിച്ചു. അതിന്റെ തെളിവാ പോലീസ് ജീപ്പിൽ ഇപ്പോ കാരാഗൃഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സുസ്മിത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഇത്രയും വലിയ രഹസ്യം താൻ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്നാ? ആരെ രക്ഷിക്കാനാ? അത്രയും വലിയ രഹസ്യം നിനക്കറിയാമെങ്കിൽ നീ അത് പറയണം. നീ അത് പറയാത്തിടത്തോളം കാലം ഈ കുടുംബത്തെ ചതിക്കല്ലേ ചെയ്യുന്നത്? പറയാം. പറഞ്ഞാൽ ഈ വീട്ടില് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാനിത് ആദ്യം പറയുന്നതും അതറിയാൻ പോകുന്നതും സച്ചേട്ടനായിരിക്കും. അതിനി അധിക കാലമില്ല. ശരി, അത് ഞാൻ സമ്മതിച്ചു. അനഘയെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയും. ബാക്കി താൻ ചെയ്ത ഒക്കെ ഞാൻ ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിക്കാനും മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭർത്താവാണെന്നുള്ളത് മറന്നാലും ഒരു മനുഷ്യന്റെ പരിഗണന മുൻനിർത്തി എന്നെ സച്ചേട്ടൻ വിശ്വസിക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടാ. നിന്റെ അനിയത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന നിന്റെ ആഗ്രഹവും നിന്റെ വാശിയും നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? എങ്കിൽ നീ പറയുന്നത് ഞാൻ തരാം. അനഘയെ തിരിച്ചുതാ. കൊള്ളാം. ഈ അറിവും ഏട്ടത്തിൽ നിന്നാവും അല്ലേ? ഞാൻ ജീവിക്കുന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിന്റെ പരിഗണനയിലും സംരക്ഷണയിലുമാ. എന്ത് കാര്യത്തിനും ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം ചോദിക്കുന്നുണ്ട്. അതില്ലാത്തൊരാൾക്ക് എന്തു പറയാം, കാണിക്കാം. എന്താ നിർത്തിക്കളഞ്ഞത്? എനിക്കറിയാം കാര്യം എന്താന്ന്. അർച്ചന പണത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് സച്ചേട്ടനും അറിയാം. എടുത്തിയുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനാണെന്ന് സ്ഥിരീകരിക്കരുത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയുന്ന ഓരോ വാക്കിനും കണക്ക് വെക്കേണ്ടി വരും സച്ചേട്ടാ.
ഈ വിവാഹം നടക്കില്ല എന്ന് അവന്റെ ഏടത്തിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞെന്നുള്ളത് നേരാ. അനക്കെ കാണാതായപ്പോ അവരെന്നെ സംശയിക്കുന്നതും എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ സംഭവം സച്ചേട്ടൻ വന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ വന്നുപോയ സിയെയും എന്റെ ഭർത്താവും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാവുമ്പോ മനസ്സ് കുറച്ച് പൊള്ളുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിക്കും മാളൂനും അല്ലാതെ ഗംഗ ഇവിടെ നിൽക്കുന്നതിൽ മനസ്സുകൊണ്ട് ആർക്കും താല്പര്യമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. പലരുടെയും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പഴി ചാരാനുള്ള ഒരു ജന്മമായി എന്റെ മോൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇവിടെ ഗംഗയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. മഹി, ജാനകിയമ്മയ്ക്ക് ഗംഗയെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇത് മാളുവിന്റെ ഇഷ്ടമാ. ഒന്നിന്റെ പേരിലും എന്റെ കുഞ്ഞു വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാളുവിന് ഗംഗയെ വേണമെങ്കിൽ ഗംഗ ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ മാളു ഒരിക്കലും ഇനി കരയാൻ പാടില്ല. മുത്തശ്ശി, ഇതിന്റെ അപേക്ഷ. എന്നോടും എന്റെ മോളോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഗംഗയെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. ഗംഗയ്ക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. ഗംഗയെ ആരും വേദനിപ്പിക്കുകയില്ല. ഇത് എന്റെ ഉറപ്പാ. ശരി, ഈ കുഞ്ഞിനു വേണ്ടി മഹിയുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഗംഗയെ ഇവിടെ നിർത്തുകയാ. ഈ തള്ളേനി അവളോട് മഹേട്ടനെ വിവാഹം കഴിക്കാൻ പറയൂ. നീ എന്താ ആലോചിക്കുന്നത്? നിന്നെ വിശ്വസിച്ച് ഞാനിവിടെ നിർത്തിയിട്ട് പോണമെങ്കിൽ നീ എനിക്ക് വാക്ക് തന്നേ പറ്റൂ. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗേ. മഹിയോട് ഞാൻ നിന്നെ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് മാറ്റി പറയേണ്ടി വരും. കാരണം നിന്റെ ജീവിതമാണ് എനിക്ക് വലുത്. മഹി അവന്റെ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ ഞാനും എന്റെ മോൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി തന്നെയാ നിൽക്കുന്നത്. ഞാൻ വാക്ക് തരാം മുത്തശ്ശി. മുത്തശ്ശി പറയുന്നത് എന്തും ഞാൻ സമ്മതിക്കാം. മാളുവിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. ഈ ജന്മം മുഴുവൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നാലും വലുതാവുമ്പോ മാളുവിനെ തള്ളി പറഞ്ഞാലും എല്ലാം ഞാൻ സഹിച്ചോണം. ഇപ്പോ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ഞാൻ അവളുടെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടി കരയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. ഞാൻ മാളുവിന്റെ അടുത്ത് നിന്നോളാം. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് അന്ന് കണ്ട അമ്മയല്ലേ?
മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായോ? ഗൗരി, അമ്മേ, ഞാൻ ലക്ഷ്മിയാ. ഒരിക്കൽ മുത്തശ്ശി കൂട്ടം തെറ്റി അപകടത്തിൽപ്പെട്ട് റോട്ടി വീണ് കിടന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മറന്നോ? ഓർമ്മയില്ലേ മുത്തശ്ശി? മുത്തശ്ശി എന്താ ഒന്നും പറയാത്തെ? ഇവരങ്ങനെ ആരോടും സംസാരിക്കാറില്ല മോളെ. എനിക്ക് മുത്തശ്ശി അറിയാം. എങ്ങനെ? ഈ മുത്തശ്ശി ഒരു ദിവസം ആക്സിഡന്റിൽ പെട്ട് കിടന്നപ്പോ ഞങ്ങളാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത് സഞ്ജയ് പണിക്കർ സാറല്ലേ? ആ കൂട്ടത്തിൽ കുട്ടിയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ. അന്ന് ഞങ്ങളൊരു തീർത്ഥാടനത്തിന് വന്നതാ. ഇവർ കൂട്ടം തെറ്റിപ്പോയി. വിവരമറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചവർ പോയിരുന്നു. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജയ് പണിക്കർ സാറിന്റെ ഫോൺ നമ്പർ കിട്ടിയിരുന്നു. വിളിച്ച് നന്ദി പറഞ്ഞപ്പോ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞാൻ സഞ്ജയ് പണിക്കർ സാറിനെ വിളിച്ചായിരുന്നു. 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. പിന്നെ സാറിനോട് പറഞ്ഞ് ഒരു തവണ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അല്ല, എന്തേ മുത്തശ്ശിയുടെ പേര്? യഥാർത്ഥ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല മോളെ. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവരിവിടെ എത്തുന്നത്. ആരും അന്വേഷിച്ച് വന്നിട്ടുമില്ല. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഗൗരി എന്ന് എപ്പോഴും പറയും. സ്വന്തം പേരാണോ മകളുടെ പേരാണോ എന്നൊരു നിശ്ചയമില്ല. എന്നാ നമുക്ക് പോ. ഞാനിപ്പോ പോട്ടെ മുത്തശ്ശി, പിന്നീട് ഒരിക്കൽ വരാം. എന്തായി കാട്ടുന്നേ? ആ കുട്ടിക്ക് പോണ്ടേ? ഞാൻ നാളെ വരാം മുത്തശ്ശി. അപ്പിട്. ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. വിട്ടെ, പോട്ടെ. ആദ്യമായിട്ടാ ഇവരിൽ നിന്ന് ഇങ്ങനൊക്കെ ഉണ്ടാവുന്നത്. ആ ആക്സിഡന്റിന് ശേഷം ഇവർ കരഞ്ഞു പോലും കാണുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, ലച്ചുച്ചി വേഗം വാ. നിങ്ങൾ പൊയ്ക്കോളൂ. ലച്ചു വാ. മോളെ ഗൗരി, നീ പോവാണോ? ഗിരിയും പോയി, ഗൗതവും പോയി, എല്ലാവരും പോയി. ഓളും അമ്മയെ വേണ്ടെന്ന് വെച്ച് പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതല്പം കടന്നുപോയി. കവിതപ്പച്ചി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കവിതപ്പച്ചിക്ക് അതിൽ സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ വിട്ടേക്കണം. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് സുഖം അപ്പച്ചി നേടാൻ പോന്ന്? ഒരമ്മയുടെ വില അറിയാത്ത അവളോട് എന്ത് പറയാനാ മോനെ? വയറ്റിലൊരു കുഞ്ഞിനെയും പേറി അവള് നിൽക്കുന്നതെന്നുള്ള ബോധം പോലും അവക്ക് ഇല്ലാതെ പോയി. നീ അത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. എല്ലാം നിശ്ചയിക്കുന്നത് ദൈവം, അല്ലാതെ മനുഷ്യരൊന്നും അല്ല. ഒരു ജീവൻ ഭൂമി പിറക്കണമെന്ന് യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എനിക്കിത് ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അല്ലെന്ന കവിതേച്ചി പറയുന്നത്. കുറച്ച് പ്രായം എനിക്കുണ്ടെന്നും ഗർഭം അലസി പോകാനുള്ള സാധ്യത കൂടുതലാണത്രേ. പിന്നെന്താ കവിത പറഞ്ഞത്? മടിക്കാതെ നീ പറ കാവേരി. നല്ല റെസ്റ്റ് എടുത്ത് കിട്ടിയ കുഞ്ഞിനെ പ്രസവിക്കാനാ നോക്കേണ്ടതെന്ന്. ഗർഭം ഒന്ന് കേട്ടപാടെ ആഘോഷിച്ച് കുഞ്ഞിനെ നഷ്ടമായാൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന കവിതേച്ചിയുടെ ഉപദേശം. ഉപദേശം കവിതയുടെ കയ്യിലിരുന്നാ മതി. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ അതിന് ദൈവം ഞങ്ങളുടെ കൈകളിലും തരും. ഇനി അതല്ല സംഭവിക്കുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ ഭാഗ്യമില്ലാന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. മനസ്സുകൊണ്ട് കവിതേച്ചി ശപിക്കാതിരുന്നാ മതി. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നീ നന്നായി സൂക്ഷിച്ച മതി കാവേരി.
പല കാര്യങ്ങൾ ഓർത്ത് മനസ്സ് വേദനിച്ച് ഒരാഘോഷം വേണമെന്ന് വെച്ചതാ ഞാൻ. ഇനി എനിക്കത് ആഘോഷിക്കണം മോനെ. എനിക്കത് കവിതയെ കാണിച്ചു കൊടുക്കണം. വേണ്ടതൊക്കെ ദിനേശ് അങ്കിൾ ചെയ്തോ, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഇതിന് സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതിന് പകരം സ്വർണം കൊടുത്ത് ഞാൻ ആ കടം വീട്ടി. ഇതിന് ജീവന്റെ വിലയാ. പകരം ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ ജീവനാണ്. നീ എന്റെ ജീവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി പാർവതി. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ല വിശാൽ സർ. സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരായാലും സംശയിച്ചു പോവും. അതേ വിശാൽ സാറും ചെയ്തുള്ളൂ. സാറിന്റെ സ്ഥാനത്ത് ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ പെരുമാറും. അതൊക്കെ ഓർത്ത് സാർ വിഷമിക്കണ്ട സർ. ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞതും അമ്മ നിന്നെ എല്ലാവർക്കും മുന്നിലിട്ട് തല്ലിയതും അതിലൊന്നും നിനക്ക് വിഷമമില്ല പാർവതി? എനിക്കൊരു വിഷമവും ഇല്ല സർ. സാർ എന്നെ വഴക്ക് പറഞ്ഞതിലും വിഷമമില്ല, അമ്മ എന്നെ തല്ലിയതിലും എനിക്ക് വിഷമമില്ല. പക്ഷെ വിശാൽ സാറ് എന്നോട് മിണ്ടാതിരുന്നില്ല. അതാ എനിക്ക് ഏറെ വിഷമായത്. ഒറ്റ വാക്കിൽ തീരുന്ന ഒരു കള്ളം. ഗായത്രി അമ്മ വന്നോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞ ആ കള്ളത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയുടെ ആഴം സാർ കണ്ടില്ലേ? ഞാൻ അനുഭവിച്ച മനോവേദന സാർ കണ്ടില്ലേ? എല്ലാം ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥയാണ് സർ. ഒറ്റപ്പെടുമ്പോഴും സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മുത്തശ്ശൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ പാർവതി. ഒരു കാര്യം എല്ലാ ആംഗിളിലും നോക്കിക്കാണും. സ്വാർത്ഥതയോടെ ചിന്തിക്കാതെ ഈ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നു. എനിക്ക് കഴിയാത്തതും അതാണ് പാർവതി. എനിക്ക് മാത്രമല്ല, വലിയ വലിയ പദവികളിരിക്കുന്നവർക്ക് പോലും നിന്നെപ്പോലെ ചിന്തിക്കാൻ കഴിയാതെ പക്വതയില്ലാതെ പെരുമാറാറുണ്ട്. അവിടെയാണ് പാർവതി നീ വ്യത്യസ്തയാവുന്നത്. എന്റെ മുത്തശ്ശൻ പണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഒരു സന്യാസി ഒരു തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. അത് ആ സന്യാസിയുടെ കയ്യിൽ കുത്തി. വേദനയോടെ സന്യാസി ആ കുളത്തിൽ തന്നെ തേളിനെ ഇട്ടു. വീണ്ടും ആ സന്യാസി ആ തേളിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കി. അത് വീണ്ടും സന്യാസിയുടെ കയ്യിൽ കുത്തി. അതൊക്കെ കണ്ടപ്പോഴേ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, തേള് കയ്യിൽ കുത്തിയിട്ടും എന്തിനാ വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കുന്നേന്ന്. അപ്പോ ആ സന്യാസി പറഞ്ഞു, തേള് കുത്തുന്നത് അതിന്റെ സ്വഭാവമാണ്, അതിനെ രക്ഷിക്കാന്നുള്ളത് എന്റെ കടമയും.
അല്ലെങ്കിൽ ആ തേളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും പഠിക്കാൻ പറ്റാത്ത വലിയൊരു തിയറിയ ഇത്ര സിമ്പിളായിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വീട് മൊത്തം തൂത്തു തുടയ്ക്കാനുണ്ട്. പിന്നെ പൂജയ്ക്ക് ഒരുക്കണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം തയ്യാറാക്കണം. വിശാൽ സാറിന് സലാഡ്, അച്ഛന് കഞ്ഞി, മുത്തശ്ശിക്ക് ജ്യൂസ്, ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും കറിയും. ഇതൊക്കെ കഴിഞ്ഞ് വീടിന് പുറത്തുള്ള കാര്യങ്ങൾ വേറെ. പിന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണം, അതിനുശേഷം തുണികളൊക്കെ കഴുകിയിടണം, പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിന്റെ ഒരുക്കങ്ങൾ ചെയ്യണം. ആരാത്? നിന്റെ അനിയത്തിയും നീയും ഒരേ വയറ്റിൽ തന്നെയല്ലേ ജനിച്ചത്? പിന്നെ പല്ലവി മാത്രം എങ്ങനെയാ ഇത്രയും സ്മാർട്ട് ആയത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. നീ ഈ ചൂലൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല സ്മാർട്ടായിട്ടൊന്ന് ഒരുങ്ങി വന്നേ. പെട്ടെന്ന് വേണം. നമുക്കേ ഒന്ന് പുറത്തു പോകാനുണ്ട്. അയ്യോ, ഞാനിപ്പോ എങ്ങനെ വരും? ഇവിടെ ഒരുപാട് ജോലികളില്ലേ വിശാൽ സാർ? വീട് വൃത്തിയാക്കണം, പൂജയ്ക്കൊരുക്കണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം. മതി 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 മതി. ഇനി റീടെലികാസ്റ്റ് ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനേ ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. നീ തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. സോറി. ഇനി പറ. അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകുന്ന കാര്യ വിശാൽ സാർ പറയുന്നേന്ന്? നമുക്കേ ഓഫീസിലൊന്ന് പോണം. നീ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ഓഫീസ്? ഇല്ല, പക്ഷേ ഓഫീസിലേക്ക് ഞാൻ എന്താ പറഞ്ഞേ? കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോ അല്ല, അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ വീട്ടില് പൂജ, പാചകം, അങ്ങനെ കുറേ ജോലികളുണ്ട്. അതൊക്കെ നോക്കിയിട്ടേ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. തൽക്കാലം സാറ് ആഫീസിൽ പോകാൻ ഒരുങ്ങാൻ നോക്ക്. ആഫീസ് അല്ലടി ബുദ്ധൂസേ, ഓഫീസ്. പറഞ്ഞേ ഓഫീസ്. ഓ, ഓഫീസ്. ഓഫീസ് അല്ല, ഓഫീസ്. 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 അങ്ങനെ വേണം പറയാൻ. എങ്ങനെ പറഞ്ഞാലും ഇന്ന് എനിക്ക് ഒട്ടും നേരമില്ല. സാറ് പോവാൻ നോക്ക്. നോ പാർവതി, നീ ഇന്ന് എന്റെ കൂടെ വന്നിരിക്കും. അതിന് കാരണമുണ്ട്. ഞാൻ 3 വർഷം കൊണ്ട് അമേരിക്കയിൽ എന്താണോ പഠിച്ചത്, അത് നീ ഇന്നലെ 3 നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. അതായത് എനിക്ക് പഠിക്കാൻ 3 വർഷം വേണമായിരുന്നെങ്കിൽ നിനക്ക് പഠിക്കാൻ 3 മിനിറ്റ് മതിയെന്നർത്ഥം. പാർവതി, നിന്റെ നോളജ് എന്താണെന്നും നിന്റെ റേഞ്ച് എന്താണെന്നും നിനക്കറിയില്ല. വിദ്യാഭ്യാസം മാത്രമല്ല ഒന്നിന്റെ അടിസ്ഥാനം. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ്, അത് നിനക്കുണ്ട്. അന്ന് ശ്രീദേവി വന്നപ്പോഴും നിന്റെ കഴിവ് നീ തെളിയിച്ചതാ. അവള് അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ വേഗം റെഡിയായിട്ട് വാ. നിനക്കൊരു സർപ്രൈസ് കിട്ടും. അത് അവിടെ വരുമ്പോ നിനക്ക് മനസ്സിലാവും. ഞാനും പോയിട്ട് റെഡിയായിട്ടെ വേഗം വരാം. ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സമയത്ത് ആ ആളുടെ കൂടെ നിൽക്കുന്നതല്ലേ യഥാർത്ഥ സത്യം. എത്ര വലിയ ശബ്ദം ചെയ്തിരുന്നെങ്കിലും അവസരത്തിനൊത്ത് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടതല്ലേ അമ്മ?
ദൈവങ്ങൾക്കും ഇഷ്ടം അതായിരിക്കും. ഒരു കൊടും തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചോണ്ട് വരുന്ന കണ്ടില്ലേ? പുറത്തുനിന്ന് ആലോചിച്ചു കൂട്ടിയതായിരിക്കും. ആനന്ദേട്ടാ, വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാ ആനന്ദേട്ടൻ. ഞങ്ങളോട് ആനന്ദേട്ടൻ എപ്പോഴും പറയുന്നതും കൊടുത്ത വാക്ക് പാലിക്കണമെന്നാ. ഇവള് പക്ഷെ വാക്ക് തെറ്റിച്ചു. അതിന് ഞാൻ ശിക്ഷ വിധിച്ചു. ഇവളെ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല. എന്നാ ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം. ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ ശ്യാമ. അവളുടെ കണ്ണീര് തുടയ്ക്കാനാവുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നേ? ഏതായാലും ഇതിപ്പോ എതിർവശത്ത് സ്വന്തം അമ്മയായിപ്പോയി. അതുകൊണ്ട് കുറച്ചങ്ങ് ക്ഷമിക്കാം. ചെയ്ത തെറ്റിന് ശ്യാമയോട് അമ്മ മാപ്പ് പറയണം. എന്നാ തൽക്കാലത്തേക്കൊക്കെ മറക്കാം. വേണം. നീ എന്താടാ പറഞ്ഞേ? അമ്മ ശ്യാമയോട് മാപ്പ് പറയണമെന്നോ? ഈ പറഞ്ഞതിന് നീ മാപ്പ് പറയണം അമ്മയോട്. കൊള്ളാം. നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷവും വാങ്ങിക്കഴിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നതാ നല്ലത്. നിങ്ങളുടെ അമ്മ ഇവളോട് മാപ്പ് പറയണോന്ന്. ഇവൾ ഇവനെ പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ഐശ്വര്യ, പ്രശ്നം ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോ നീ ആളി കത്തിക്കരുത്. അങ്ങനെ ആരും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛാ, ആരെയും വേദനിപ്പിക്കാനല്ല, ശ്യാമയുടെ മനസ്സിനേറ്റ മുറിവുണക്കാനാ ഇങ്ങനൊരു പരിഹാരം പറഞ്ഞ. എന്റെയും മനസ്സ് ശാന്തമാക്കണം. എന്നാലും നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? കുടുംബത്തിന്റെയും കമ്പനിയുടെയും പ്രധാന അവകാശി അമ്മയാ. ആ കമ്പനിയുടെ ശമ്പളാ നീ വാങ്ങുന്നത്. ശ്യാമയും അവിടുത്തെ ഉദ്യോഗസ്ഥയാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആർഭാടമൊക്കെ ഈ അമ്മയുടെ ഔദാര്യോ. ഇതെല്ലാം കൂടെ അനുഭവിച്ച് സുഖിച്ചിട്ട് ആ അമ്മയെ കൊണ്ട് ഭാര്യയോട് മാപ്പ് പറയിക്കണം അല്ലേ? ഉദ്യോഗം സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിലേ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഐശ്വര്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാൻ പറയാൻ ആലോചിച്ചതാ അവള് പറഞ്ഞത്. ഭാര്യയുടെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഒരുങ്ങിയ ആദർശ ഭർത്താവല്ലേ? ഐശ്വര്യ പറഞ്ഞതിന് അർത്ഥമുണ്ട്. അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാണോ അതോ ഭാര്യയുടെ അഭിമാനമാണോ വലുത്? എനിക്ക് എന്റെ ഭാര്യയുടെ അഭിമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അഭിമാനത്തിന് കൂടി വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുക്കുന്ന. അറിയാം സർ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സർ, ഇപ്പോ സർ വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്ക് 2 ദിവസം ഒരു അവധി എടുക്കാം. എന്നിട്ട് 3-ാമത്തെ ദിവസവും ഇതേ മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് രാജിവെക്കാം. 2 ദിവസം പോയിട്ട് 2 നിമിഷം പോലും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ശ്യാമ. അവിടെ ഞാൻ കേട്ട ഓരോ വാക്കും മരിക്കുന്നത് വരെ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കാം. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ. രാജിവെക്കുക, അവകാശങ്ങൾ ഒഴിയുക. സർ, ഞാൻ സാറിന്റെ കൂടെയുണ്ട്. ഞാൻ രാജിവെക്കുക. അപ്പൊ നാളെ രാവിലെ കമ്പനി ചെയർമാൻ ശ്രീ ആനന്ദ് വർമ്മയെ നമ്മൾ രാജിക്കത്ത് ഏൽപ്പിക്കും. വസു, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നോക്ക്,
ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. ആര് പറഞ്ഞു? ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിക്കും. ഞാൻ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് അനന്തേട്ടൻ അറിയാലോ. ഈ കുടുംബത്തിലെ ഒരു ബന്ധവും തകരാൻ പാടില്ല. പക്ഷെ ഇപ്പൊ തകർന്നില്ലേ? നീ എന്തിനാ ശ്യാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, എന്തിനാ ഞാൻ അവളെ പുറത്താക്കിയ? ആനന്ദേട്ടൻ പറ. എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചതുകൊണ്ട്. അത് അവളെ സമ്മതിച്ചല്ലേ? നീ ശ്യാമയുടെ വശം കൂടെ ചിന്തിക്ക്. എനിക്ക് എന്റെ വശത്ത് നിന്ന് മാത്രം ചിന്തിച്ചാ മതി. അതുമല്ല, അവളുടെ വശത്ത് നിന്ന് ചിന്തിച്ചാലും ന്യായം എന്റെ ഭാഗത്താ. ശ്യാമയുടെ രക്തബന്ധോ കുടുംബ ബന്ധോ ഒന്നുമല്ല അശ്വതി. എന്നിട്ടും അവളെ സഹായിക്കാൻ ഇവള് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകർക്കുവാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. ആനന്ദേട്ടനോട് ചോദിക്കട്ടെ, ചില രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണ്ടേ? ആനന്ദേട്ടൻ പറ. ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇനി ആരും ആരെയും കുറ്റം പറയണ്ട. എന്റെ കുറ്റം കൊണ്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ചാ മതി. അഖില് കമ്പനിയിലെ സ്ഥാനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ കയറിപ്പോയത്. നീ ആ രീതിയിലൊന്നും സംസാരിക്കരുതായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞതാ. മുകളിൽ ചെന്നിരുന്നിട്ട് അവരിപ്പോ ആലോചിക്കായിരിക്കും, രാജിവെച്ച എങ്ങോട്ട് പോവും, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാവും. അവൾക്കും അറിയാം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ വഴിയാധാരമാകുമെന്ന്. അവള് ബുദ്ധി ഉപദേശിക്കും. അവൻ രാവിലെ വന്ന് സോറിയും പറയും. പക്ഷെ ആനന്ദേട്ട ഒരു കാര്യം, അവളുമായിട്ട് ഞാൻ ഇനി ഒരുമിച്ച് പോകുന്ന ആനന്ദേട്ടൻ കരുതണ്ട. അങ്ങനെ ഒരു ഒത്തുപോകൽ ഈ ജന്മത്തിനി ഉണ്ടാവില്ല. വസുന്ധരയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഇല്ല. ഈ ഒരു വിഷയത്തില് ആനന്ദേട്ടൻ ഇടപെടണ്ട. ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ശ്യാമയായിട്ട് ഞാൻ ഒത്തുപോവില്ല. ആഖി അവളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ തള്ളി പറയുമെങ്കിലും വേണം. എന്നിട്ട് എന്റെ അടുത്ത് വരട്ടെ, അപ്പൊ ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഷ്ടം. ഷടാ, കാട്ടിലെ കടുവയെ പോലെ എത്ര മതിച്ചു കിടന്ന മനുഷ്യനാണ് നോക്കണേ. തലയിലെ പിരിവെട്ടിയ കടുവയായാലും കാട്ടാനയായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഭാസി, അവ ഇയാളെ നന്നൊക്കെ എന്ത് മാരണം കൊണ്ടാണ് ഭരണേ നോക്കികളെ. വാ മോനെ, ബുക്കും ബാഗും ഒക്കെ ഇവിടെ തന്നെ വച്ചേക്ക്. തിരിച്ചു പോകുമ്പോ എടുക്കാം. ഇതാണോ അങ്കിളുടെ വീട്? ഏയ്, അങ്കിളുടെ വീട് വലിയൊരു കൊട്ടാരവാ. ഇതൊരു കൊച്ചു വാടക വീടാ. വാ. എവിടെ? നിന്റെ കയ്യിലൊന്നും കാണില്ലല്ലോ. എടാ, സാറിന് എന്തോ മരുന്നോ ഔഷധമോ കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞല്ലേ നീ പോയത്? എന്ത്? ആ, ദാ ഇതാണ് സാറിനുള്ള ഔഷധം. പേര് അച്യുത്. ഇത് മരുന്നാ? നീ എന്തോ തന്നെ പറയണത്? അയാളെ കൂടെ നിന്ന് നിന്റെ തലയ്ക്ക് ലൂസായ? ലൂസും ടൈറ്റൊന്നും അല്ല. അച്യുതിനോട് തീരാത്ത വാത്സല്യ സാറിന്. പണ്ട് നഷ്ടപ്പെട്ടു പോയ മോനെ പോലെയാ. അതുകൊണ്ട് ഇവന്റെ ഒരു വിളി കേട്ടാ സാറിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് സാർ ഉണരും. അച്യുത് തൊട്ടാലേ ഷോക്ക് അടിച്ചതുപോലെ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. വാ മോനെ, നമുക്ക് അങ്കിളിനെ കാണാം. വാ. ചേടാ, ഷോക്ക് അടിച്ച മനുഷ്യൻ പടഞ്ഞ് ചാവേയല്ലേ ഉള്ളൂ. എണീറ്റിരിക്കണവന് ഈ ഭാസീരിയൻ തലപ്പിരി ലൂസായ ലക്ഷണമാണല്ലേ.
മോൻ അങ്കിളെ നിന്നൊന്ന് വിളിക്ക്. സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിളെ. വിളിക്ക് മോനെ, ഒന്നുകൂടെ വിളിക്ക്. ദേഹത്ത് തൊട്ട് വിളിക്ക്. അപ്പ സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിൾ, അങ്കിൾ വേക്കപ്പ്. അങ്കിൾ. അച്യുത്, ഓ മൈ ഗോഡ്, നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ചേട്ടൻ പറഞ്ഞു അങ്കിളിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. അതുകൊണ്ട് വന്നതാ അങ്കിളിനെ കാണാൻ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കഷ്ടം. ഷടാ, കാട്ടിലെ കടുവയെ പോലെ എത്ര മതിച്ചു കിടന്ന മനുഷ്യനാണെന്ന് നോക്കണേ. തലയിലെ പിരിവെട്ടിയ കടുവയായാലും കാട്ടാനയായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഭാസി, അവ ഇയാളെ നന്നൊക്കെ എന്ത് മാരണം കൊണ്ടാണ് ഭരണയിൽ നോക്കികളെ. വാ മോനെ, ബുക്കും ബാഗും ഒക്കെ ഇവിടെ തന്നെ വെച്ചേക്ക്. തിരിച്ചു പോകുമ്പോ എടുക്കാം. ഇതാണോ അങ്കിളുടെ വീട്? ഏയ്, അങ്കിളുടെ വീട് വലിയൊരു കൊട്ടാരമാ. ഇതൊരു കൊച്ചു വാടക വീടാ. വാ. എവിടെ? നിന്റെ കയ്യിലൊന്നും കാണില്ലല്ലോ. എടാ, സാറിന് എന്തോ മരുന്നോ ഔഷധമോ കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞാലേ നീ പോയത്. എന്ത്? ആ, ദാ ഇതാണ് സാറിനുള്ള ഔഷധം. പേര് അച്യുത്. ഇത് മരുന്നാ? നീ എന്തോന്നാണ് ഈ പറയണത്? അയാളെ കൂടെ നിന്റെ തലയ്ക്ക് ലൂസായ? ലൂസിന്റെ ഐറ്റം ഒന്നും അല്ല. അച്യുതിനോട് തീരാത്ത വാത്സല്യ സാറിന്. പണ്ട് നഷ്ടപ്പെട്ടു പോയ മോനെ പോലെയാ. അതുകൊണ്ട് ഇവന്റെ ഒരു വിളി കേട്ടാ സാറിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്ന് സാർ ഉണരും. അച്യുത് തൊട്ടാലേ ഷോക്ക് അടിച്ചതുപോലെ എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. വാ മോനെ, നമുക്ക് അങ്കിളിനെ കാണാം. വാ. ചേടാ, ഷോക്ക് അടിച്ച മനുഷ്യൻ പടഞ്ഞ് ചാവയല്ലേ ഉള്ളൂ. എണീറ്റിരിക്കണം അങ്ങനെ. ഈ ഭാസീരിയൻ തലപ്പിരി ലൂസായ ലക്ഷണമാണല്ലേ. മോൻ അങ്കിളെ നിന്നൊന്ന് വിളിക്ക്. സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിളെ. വിളിക്ക് മോനെ, ഒന്നുകൂടെ വിളിക്ക്. ദേഹത്ത് തൊട്ട് വിളിക്ക്. അപ്പ സാർ കണ്ണു തുറക്കും. അങ്കിളെ, അങ്കിൾ, അങ്കിൾ വേക്കപ്പ്. അങ്കിൾ. അച്യുത്, ഓ മൈ ഗോഡ്, നീ എങ്ങനെ ഇവിടെ വന്നു? ഈ ചേട്ടൻ പറഞ്ഞു അങ്കിളിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. അതുകൊണ്ട് വന്നതാ അങ്കിളിനെ കാണാൻ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.